എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂട് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ വിവിധ തദ്ദേശഭരണ സംവിധാനങ്ങളിലും ചാലക്കുടി നഗരസഭയിലും വളരെ വീറും വാശിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയങ്ങളിൽ മുന്നണികൾ സ്വീകരിക്കേണ്ട ചില രാഷ്ട്രീയ മര്യാദകളുണ്ട്. ആ രാഷ്ട്രീയ മര്യാദകൾക്ക് ലംഘനം, വീഴ്ച വരുത്താൻ വേണ്ടി പിന്നിൽ നിന്ന് കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? അതാണ് ജയഫൈസ് എന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് ചാലക്കുടി നഗരസഭയിലെ 10ാം വാർഡ്, ആര്യങ്കാല വാർഡ്. ഈ വാർഡിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. കഴിഞ്ഞ തവണത്തെ ചാലക്കുടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും ഉറച്ച കോട്ടയായിട്ട് അറിയപ്പെടുന്ന ആര്യങ്കാലയിൽ ജോജി കാട്ടാളൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ മുസ്ലിം ലീഗ് UDF ആ സീറ്റ് UDF തിരിച്ചു പിടിച്ചു കൊടുത്ത ഒരു വാർഡാണ് ആര്യങ്കാല വാർഡ്. 35 വാർഡും കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒരു സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുത്തത്. അതോ തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ്. ആ സീറ്റിലാണ് ജനകീയനായിട്ടുള്ള ജോജി കാട്ടാളൻ മുസ്ലിം ലീഗിന് കൊടി പാറിച്ചുകൊണ്ട് ആ സീറ്റ് തിരിച്ചു പിടിച്ചത്. എല്ലാവരും അമ്പരന്ന് പോയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ UDF ഒരു ഘടകകക്ഷികളോടുള്ള രീതി അനുസരിച്ച് നിലവിൽ ജയിച്ച സീറ്റുകൾ ആ മുന്നണിക്ക് തന്നെയാണ്, ആ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ചാലക്കുടിയിൽ 10ാം വാർഡ് ആര്യങ്കാലയിൽ രാഷ്ട്രീയ മര്യാദ പാലിക്കപ്പെട്ടില്ല. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് രാഷ്ട്രീയ മര്യാദ കാണിക്കാതിരുന്നത് ആരാണ്? കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ചിലർ, അതായത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചാർജും ഇല്ലാത്ത ചില കസേര മനുഷ്യന്മാരാണ് ഈ വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ പൂർണ്ണമായും വെറുപ്പിച്ചുകൊണ്ടും തഴഞ്ഞുകൊണ്ടും അവർക്ക് അവകാശപ്പെട്ട ആ സീറ്റ് 10ാം വാർഡ് ആര്യങ്കാല വാർഡ് കൊടുക്കാതെ അത് നീണ്ട ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു. ഇപ്പോഴും ഈ ആര്യങ്കാല വാർഡിലെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. 2 സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് ആര്യങ്കാല വാർഡിലെ തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോജി കാട്ടാളന്റെ ഭാര്യ ലിജി ജോജി കാട്ടാളന്റെ ഫോട്ടോ അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകൾ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. കാരണം അവർക്കത് അവകാശപ്പെട്ട സീറ്റാണ്, അവർക്കത് ഇറങ്ങാനായിട്ട് എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ലിബി ഷാജി എന്ന് പറയുന്ന മുൻ കൗൺസിലർ, 35ാം വാർഡിലെ മുൻ കൗൺസിലർ, അവർ ഈ ആര്യങ്കാല വാർഡിൽ വന്ന് മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫ്ലെക്സ് ബോർഡ് അടങ്ങുന്ന ചിത്രങ്ങൾ അടങ്ങുന്ന പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ലിബി ഷാജി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ അവിടുത്തെ കൗൺസിലറായിരുന്നു. അവർ സ്വന്തം വാർഡിൽ വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങാതെ, അവർ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനോട് മത്സരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവർ ഈ ആര്യങ്കാലിയിലേക്ക് വരുന്നത്? ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ഘടകകക്ഷികളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഫലത്തിൽ ഈ പ്രാദേശിക നേതൃത്വത്തിലുള്ള ചിലർ കുൽസിത ശ്രമങ്ങൾ നടത്തുന്ന ചില കസേര മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലീഗിന്റെ ഒരു നേതൃത്വവും ഇതിന് അനുകൂലമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട. സീറ്റ് ഞങ്ങൾക്ക് തന്നെയാണ്, ആ സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകും. ഇത് ജില്ലാ നേതൃത്വവും കഴിഞ്ഞ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്റ്റേറ്റ് നേതൃത്വം വരെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തപ്പോഴും നീതി ലീഗിന്റെ ഭാഗത്ത് തന്നെയാണ്. എന്നിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തടഞ്ഞുകൊണ്ട് UDF ചില പിന്തിരിപ്പന്മാരും കുൽസിത ബുദ്ധിക്കാരും കസേര നോട്ടവുമായി നിൽക്കുന്ന ചില വ്യക്തികളും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. UDF അനുകൂലമായിട്ടുള്ള ഒരു വാർഡ് കൊളമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ജോജി കാട്ടലൻ എന്ന് പറയുന്ന കൗൺസിലർ കഴിഞ്ഞ വർഷം അവിടെ കൗൺസിലർ ആയതിനു ശേഷം ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ആ വാർഡ് കുറെ കൂടി UDF അനുകൂലമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. അവിടെയാണ് ചില പിന്തിരിപ്പന്മാർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. UDF മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികൾ നിർത്താൻ പോകുന്നു. ആരാണ് ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തുന്നത്? ഒരു മുന്നണി മര്യാദ വേണ്ടേ? രാഷ്ട്രീയ സംവിധാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള മുന്നണികളിൽ മുന്നണി മര്യാദ വേണം. ഇത് MLA-ക്ക് വിട്ടു, MP-ക്ക് വിട്ടു, അങ്ങനെ പല രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും കോൺഗ്രസിലെ പല നേതൃത്വങ്ങൾക്കും വിട്ടപ്പോഴും അവിടെയൊക്കെ ലീഗിന് അനുകൂലമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ടും ചില പ്രത്യേക തരത്തിലുള്ള ജാതി മത ഇടപെടലുകളൊക്കെ നടത്താൻ ശ്രമിച്ചു. പക്ഷെ നാണം കെട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. വെറുതെ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ആര്യങ്കാല വാർഡിനെ പറ്റി ചൊല്ലി ഉണ്ടാക്കേണ്ടതുണ്ടോ? UDF കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കന്മാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ട മറ്റൊരു കക്ഷിയോട്, പ്രധാനപ്പെട്ട ഒരു കക്ഷിയോട് രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടത്. അസാമാന്യം ഇതിലെ ജനകീയരായിട്ടുള്ള പാരമ്പര്യമായിട്ട് ഈ കോൺഗ്രസിനകത്തൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഈ വിഷയം മനസ്സിലാക്കി ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് ജയഫേസിന് പറയാനുള്ളത്. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് കൂടുതൽ ഊർജിതമായിട്ട് തന്നെ വാർഡിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു.